ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ദീപ്തി ടീച്ചറുടെ വീഡിയോസ് ഇപ്പോൾ എടുത്ത് റിയാക്ഷൻ ചെയ്ത് ഒരു വിധത്തിൽ എനിക്ക് തോന്നുന്നു ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്ത് കാണും. എന്നാലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇതൊരു കണ്ടന്റ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി പറയാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അതിൽ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്, നമുക്ക് വിരലിലെണ്ണാൻ പറ്റില്ല. അതിൽ റിയൽ ഇൻഫ്ലുവൻസേഴ്സ് ഇന്ത്യയിൽ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിരലിലെണ്ണാവുന്ന ആൾക്കാരെ മാത്രമേ എടുക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല ഞാൻ പറയുന്നത്, റിയൽ ഇൻഫ്ലുവൻസേഴ്സ്. അതിൻ്റെ മീനിങ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്നും താഴെ പോവും. അതിൽ സ്ത്രീകൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ടീച്ചറിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കുത്തിയിരുന്ന് ടീച്ചർ ഇടുന്ന എല്ലാ വീഡിയോസും കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഞാൻ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ പോയിരുന്ന് കാണാറുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, ടീച്ചർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ആദിവാസി ഊരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതിലും ഞാൻ റിയാക്ഷൻ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ടീച്ചർക്ക് പണി കിട്ടും, അല്ലെങ്കിൽ ടീച്ചർ സൂക്ഷിച്ച് തന്നെ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. അത് പ്രത്യേകിച്ച് പബ്ലിക്കിന് വേണ്ടിയിട്ടായിട്ട് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നാത്തൊരു കാര്യമാണ്. അത് മനസ്സറിഞ്ഞ് ചെയ്യുന്നൊരു കാര്യമാണെന്ന് അത് വീണ്ടും ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ടീച്ചർ ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ടീച്ചറിൻ്റെ കല്യാണം എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലപ്പുറത്തേക്ക് ഒരു കുഞ്ഞിനെ അവർ വളർത്തുന്നു എന്ന കാര്യത്തിൽ. ഇനി മറ്റൊരു കാര്യം വേണമെങ്കിൽ നമുക്കിത് ഭയങ്കര സംഭവമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റും, ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട, പകരം ഈ ഒരു കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് വളർത്തുവാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണല്ലോ, നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് എപ്പോഴും മില്യൺസ് ഓഫ് വ്യൂസ് റീച്ച് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്. പലപ്പോഴും ഭയങ്കര ഫെയിമുള്ള സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാരൊക്കെ ചുമ്മാ ചായ കുടിക്കുന്ന ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോലും മില്യൺസ് വ്യൂസ് ആണ് വരുന്നത്. പക്ഷേ ടീച്ചറിൻ്റെയൊക്കെ വീഡിയോസ്, അതായത് യഥാർത്ഥ ആൾക്കാർ അല്ലെങ്കിൽ യഥാർത്ഥ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വീഡിയോസ് ഇടുന്ന സമയത്ത് പലപ്പോഴും അത് എത്തേണ്ട ലെവലിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഒരു വിഷമം തന്നെയാണ്. ശരിക്കും പറഞ്ഞു അതിനെക്കുറിച്ച് ഞാൻ ഇതിന് മുന്നേ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ടീച്ചർ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് കണ്ടൊരു കാര്യമുണ്ട്, അവർക്കും കുഞ്ഞുങ്ങളുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവും, അതൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കാര്യം, അവന് കിട്ടാവുന്ന സന്തോഷങ്ങൾ എല്ലാം നടത്തി കൊടുക്കും എന്ന് പറയുന്നതിനോടൊപ്പം അത് പൈസ വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലെന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഒരു ലെവല് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഒരു ആത്മാർത്ഥതയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് കൂടുതൽ ഞാൻ ചെയ്യാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് കണ്ടൊരു വാർത്തയുമായിട്ട് അല്ലെങ്കിൽ ഇന്നലെയായിട്ട് കണ്ടൊരു വാർത്തയായിട്ട് ബന്ധപ്പെട്ടാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കാണും, നോർത്ത് ഇന്ത്യയിലാണ്, ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. 6 വയസ്സുള്ള കുഞ്ഞിനെ അച്ഛനെയും അമ്മേനെയും പോലീസ് പിടിച്ചു. പക്ഷെ അച്ഛൻ അതിനകത്ത് ഈ പറയുന്ന ഒരു തരത്തിലുള്ള പങ്കുമില്ല. അമ്മയാണ്, രണ്ടാനമ്മയാണ് ശ്വാസം മുട്ടിച്ച് ആ കുഞ്ഞിനെ കൊന്നത്. ആ ഒരു വാർത്ത വന്നിട്ടുണ്ട്, എല്ലാവരും കണ്ട കാര്യമായിരിക്കും. ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്ന സമയത്താണ് ഇതുപോലുള്ള ആൾക്കാരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അവരുടെ ഒരു വില, മൂല്യം എന്നൊക്കെ പറയുന്ന സംഭവം നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നത്. എത്ര പേര് ഇങ്ങനെ ചിന്തിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചിന്തിക്കില്ല. ഞാൻ പലപ്പോഴും പല വീഡിയോസിൻ്റെ, കുഞ്ഞുങ്ങളുടെയൊക്കെ വീഡിയോസിൻ്റെ താഴെ പലപ്പോഴും കാണാറുണ്ട്, അതായത് ഞങ്ങൾ ഇത്ര വർഷമായി, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, ഇത് കാണുന്ന സമയത്ത് ഒരുപാട് കണ്ണ് നിറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുടെ കമൻറ്റ് കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ എത്ര പേര്, 2 പേരും സന്തോഷത്തോടെ, ചിലപ്പോൾ ഒരാൾക്ക് കാണും ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാന്നൊരു സംഭവം, 2 പേരുടെയും ഇഷ്ടത്തോടു കൂടി എത്ര പേര് ഇതിനകത്ത് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ്, അതായത് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കുന്ന കേസുകൾ വരാറുണ്ടല്ലോ, അപ്പം അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ചില ആൾക്കാർ, നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ, അതായത് നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലും പലതരത്തിലുള്ള സുഖസന്തോഷങ്ങൾ വേണ്ടിയിട്ട് കളയുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യുന്ന അമ്മമാരുടെയും അച്ഛൻ്റെയും കാലമാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാലങ്ങളിലാണ് ഇതുപോലൊരു ലേഡി അല്ലെങ്കിൽ ഇതുപോലൊരു സ്ത്രീയുടെ വില മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്. അത് ചുമ്മാതെ റീച്ചിന് വേണ്ടി ചെയ്യുന്നതോ അല്ലെന്ന് കൃത്യമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ആ കുഞ്ഞുമായിട്ടുള്ള ചില പ്രത്യേകിച്ചിട്ടുള്ള സ്പെഷ്യൽ മൊമെൻറ്റ്സ് പങ്കുവച്ചിരിക്കുന്നത്, അതാണ് ഞാൻ മറ്റേത് കാണുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ പറയത്തില്ല, നമ്മുടെ മനസ്സിനൊരു നിറവ് എന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനൊരു എന്താ പറയുക, നമ്മൾ പോലും അറിയാതെ വെള്ളം ഒഴുകുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവം 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ കുഞ്ഞ് ആ കൈകളിൽ ഭദ്രമായിരിക്കും. അത് മാത്രമല്ല, അതിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടവും അതിന് എന്തൊക്കെ നല്ല രീതിക്കുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും ഭദ്രമായിട്ട് ഏറ്റവും നല്ല രീതിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ടീച്ചർ കൊടുക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ഒരു ആശ്ചര്യം തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത്, ടീച്ചർ മാത്രമല്ല, ടീച്ചറിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം നിൽക്കുന്ന ആളായാലും ആ
കുടുംബം മൊത്തത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നൊരു സംഭവം ഈ സൊസൈറ്റിയിൽ അങ്ങനെ കാണത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പം ഒരു ഭാര്യ ഭർത്താവ് വരുന്ന സമയത്ത് അതിനകത്ത് ഭാര്യയ്ക്ക് ചിലപ്പം താല്പര്യം കാണും, ചിലപ്പോൾ ഭർത്താവിന് താല്പര്യം കാണും, ചിലപ്പോൾ രണ്ടുപേർക്കും താല്പര്യം കാണും. എന്നാൽ പോലും കുടുംബം മുന്നോട്ട് വരണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഒത്തൊരുമ ഉണ്ടാവണമെന്നില്ല. അപ്പോഴും കുറ്റപ്പെടുത്തുക, നീ അവളെ കളഞ്ഞേക്ക് വേറൊരു കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ നീ അവനെ കളഞ്ഞേക്ക് വേറൊരു കല്യാണം കഴിക്കുക എന്ന് പറയാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇന്ന് കൂടുതലുള്ള. ആ സമയത്ത് ഈ പറയുന്ന അങ്ങനത്തുള്ള കാര്യങ്ങളല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ടീച്ചർക്ക് അങ്ങനെ ഉണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവും, അല്ലെങ്കിൽ മേ ബി അങ്ങനെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് പോലും ഇങ്ങനൊരു കുഞ്ഞിനെ കൂടി കൂട്ടത്തിലേക്ക് കൂട്ടുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെങ്കിലും ഒരു സന്തോഷം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവളുടെ ജീവിതം ഭദ്രമാക്കാനുള്ളൊരു മനസ്സെന്ന് പറയുന്നത് എത്ര പേർക്കുണ്ടെന്നുള്ളത് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം. ഇത് റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്തൊരു കാര്യമൊന്നുമില്ല, എൻ്റെ ഒരു സന്തോഷം എന്നുള്ള രീതിക്ക് മാത്രം ഞാൻ ചെയ്തതാണ്.